ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, കാണാൻ അരകുള്ള ചേലുള്ള ഒരു പെണ്ണിനെയും നിങ്ങൾ കല്യാണം കഴിക്കേണ്ട എൻ്റെ പൊന്നു പുരുഷന്മാരെ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ അഹാന കൃഷ്ണ. എന്തൊരു ലുക്കാണല്ലേ അഹാന കൃഷ്ണ, കാണാൻ എന്തൊരു ചേലാണല്ലേ, വെളുത്ത് വെളുത്തിട്ട്. അപ്പോ ഒരു കാര്യം പറയാം, ആരാണ് ഈ അഹാന കൃഷ്ണ? ഈ അഹാന കൃഷ്ണയുടെ ഹൃദയം എന്താണ്? പൊന്നു മനുഷ്യന്മാരെ, സ്വന്തം അമ്മൂമ്മയെ എടി പൊടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അത് മാത്രമല്ല, സ്വന്തം അമ്മൂമ്മയെ തല്ലാൻ പോവുകയാണ്. ഈ കാര്യം പറയുന്നത് ഞാനോ വേറൊരു യൂട്യൂബറോ അല്ല, ഈ പറയുന്ന അഹാനയുടെ അമ്മൂമ്മ തന്നെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ ഈ പറയുന്ന അഹാന തല്ലാൻ വന്നു എന്ന് അമ്മൂമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, എന്താണ് കൃഷ്ണകുമാറിന്റെ ഫാമിലിയിൽ നിലവിൽ സംഭവിക്കുന്നത്? നമുക്കൊക്കെ അറിയാം, വലിയൊരു പ്രശ്നമാണ് കൃഷ്ണകുമാറിന്റെ ഫാമിലിയിൽ സംഭവിക്കുന്നത്. തൻവി എന്ന ഈ ഒരു കസിനും ഈ പറയുന്ന അഹാന കൃഷ്ണയും ചൊല്ലിയിട്ട് അത് സ്വത്തിന് വേണ്ടിയാണോ അല്ലേ എന്ന് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം പറഞ്ഞുതരാം. സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു അപ്പൂപ്പം മരണപ്പെടുകയാണ്. ഒരാൾ മരിച്ചതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ബഹളമുണ്ടാക്കണമെങ്കിൽ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് ഊഹിക്കുന്നതാണ് അത് സ്വത്തിന് വേണ്ടിയുള്ള അടി എന്നാണ്. ഓക്കെ, അതിലേക്കൊക്കെ കടക്കാം. ഇതിപ്പോൾ സ്വത്തിനായിട്ടുള്ള അടി എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിലേക്കൊക്കെ കടക്കാം. നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റും. പൊന്നു മനുഷ്യന്മാരെ, ഈ പറയുന്ന അമ്മൂമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ രംഗം വെച്ചു തരാം. അതിനുശേഷം തൻവി, അതായത് നിലവിൽ ഈ പറയുന്ന അഹാന കൃഷ്ണയൊക്കെ തൻവിയോട് പറയുന്നത്, നിന്നെ, അതായത് തൻവിയോടാണ് പറയുന്നത്, നിന്നെ നാലാൾ അറിയാൻ കാരണം ഞങ്ങളാണ്, ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള പെൺകുട്ടികളാണ്, ഞങ്ങൾക്കിടയിൽ നീ നിന്നത് കൊണ്ടാണ് നീ വൈറലായതെന്ന് തൻവിയോട് ഈ പറയുന്ന അഹാന കൃഷ്ണയൊക്കെ പറയുകയാണ്. അതും ഞാനല്ല കേട്ടോ തൻവി തന്നെയാണ് പറയുന്നത്. അതിന് തക്കതായിട്ടുള്ള കാരണവും തെളിവും തൻവി പറയുന്നുണ്ട്. അതും കൂടി ഞാൻ വെച്ചു തരാം. നമുക്ക് ആദ്യം അഹാന കൃഷ്ണ, കാണാൻ ചേലുള്ള അരകുള്ള അഹാന കൃഷ്ണയുടെ മുഖം എന്താണ് ആ അമ്മൂമ്മ പറയുന്നുണ്ട്. പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതിനു മുമ്പ് പൊന്നു മനുഷ്യന്മാരെ, അഹാന കൃഷ്ണയുടെ ഈ വൃത്തികേട് നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ യൂട്യൂബ് കുറേ പേരിലേക്ക് വീഡിയോ എത്തിക്കും. അഹാന കൃഷ്ണ എന്ന ഈ മുഞ്ചത്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് നാലാൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് കേട്ടിട്ട് മറുപടി കൊടുക്കാം. അമ്മു എന്നെ എടി അവളെ ഇവളെ എന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ, പിന്നെ അതൊക്കെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് ഇത് കണ്ട, അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കണതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഓക്കെ, അഹാനൊക്കെ പറയാൻ കുറേ ഉണ്ടാവും. അതായത് അമ്മൂമ്മ എന്നെ അങ്ങനെ പറഞ്ഞു, അമ്മൂമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് അമ്മൂമ്മയെ ഞാൻ തിരിച്ച് തെറി വിളിച്ചത് എന്നായിരിക്കും അഹാന പറയുന്നത്. അഹാന, പ്രായമായവരല്ലേ അഹാന, പ്രായമായവർ എന്ത് പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യരുത്. പോരാത്തത് നിന്റെ അമ്മൂമ്മ, നാട്ടുകാരി സ്ത്രീ ഒന്നുമല്ലല്ലോ, സ്വന്തം അമ്മൂമ്മയല്ലേ. അപ്പോൾ അമ്മൂമ്മ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ നല്ലക്കായിരിക്കും.
ഇപ്പോൾ അഹാന ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും എന്നെ അങ്ങനെയൊക്കെ അമ്മൂമ്മ തെറി വിളിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിന്നെ എന്ത് വിളിച്ചാലും അഹാന നിന്റെ മാത്രമാണ് തെറ്റ്. പ്രായമുള്ളവരോട് ഇങ്ങനെയാണോ വേണ്ടി സംസാരിക്കേണ്ടത്? ബാക്കിയും കൂടി കേട്ടോ നോക്കാം. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറയണം. മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞും കൊണ്ടുപോയൊരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്ന അമ്മ പറയുന്ന ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിൻ്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ നാറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്തായിട്ട് പറയുക, അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു വന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്കെന്ത്, ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോരാ? അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? എന്താ അടി അഹാന കൃഷ്ണ, അടീനെ വിളിക്കും. ഈ വിഷയത്തിൽ എന്നെ കോടതി കയറ്റിയാലും എനിക്ക് പ്രശ്നമില്ല. അതായത് പ്രായമായില്ലേ, പ്രായമായോ നമ്മൾ ബഹുമാനിക്കണ്ടേ? എന്താ അല്ലേ ഈ പാവം കരഞ്ഞുകൊണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാം പൊന്നു മനുഷ്യന്മാരെ, നിലവിൽ അഹാന കൃഷ്ണയൊക്കെ പറയുന്നത് എന്തിന് യൂട്യൂബേഴ്സ് ഞങ്ങളെ വിമർശിക്കുന്നു, യൂട്യൂബേഴ്സിന് അവരെ പണി നോക്കിയാൽ പോലെ അതായത് അഹാനയുടെ കുടുംബത്തിൽ ഞങ്ങൾ എന്തിന് ഇടപെടുന്നു എന്നാണ് അഹാന കൃഷ്ണയൊക്കെ പറയുന്നത്. അതിനുള്ള മറുപടി ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ, നിങ്ങളെ കുടുംബത്തിലും പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നിങ്ങളെ പ്രശ്നം നിങ്ങൾ തന്നെ സംസാരിച്ച് ഒതുക്കുന്നുണ്ട്. നിങ്ങളെ പ്രശ്നം ആരും വന്ന് യൂട്യൂബിൽ പറയുന്നില്ല. യൂട്യൂബിൽ പറഞ്ഞാൽ ഞങ്ങൾ റിയാക്ട് ചെയ്യും മഹാൻ. അതിപ്പോൾ നിന്റെ നല്ല ആരെ പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് കുടുംബ പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് തീർക്കാം. അല്ലെങ്കിൽ യൂട്യൂബിൽ വെച്ചിട്ട് നിങ്ങൾ കുടുംബ പ്രശ്നം തീർക്കുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശവും ഇല്ല. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മുമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മുമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു
പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ. എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ, കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. എന്താടി അഹാന ഞങ്ങൾ ഈ കാണുന്നത് കേൾക്കുന്നത്? ഇത് സത്യമല്ലെങ്കിൽ നീ തെളിയിക്കണം അഹാന. ഓക്കെ, അതായത് ഇല്ലെങ്കിൽ നിന്നെ ഡീനെ വിളിക്കും. കാരണം ഞങ്ങളൊക്കെ നിന്നെ അത്രയും ഇഷ്ടപ്പെട്ടവരാണ്. അതായത് കൃഷ്ണകുമാറിന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അഹാന, ഞങ്ങളുടെ രോമാഞ്ചം ഇങ്ങനെ മുകളിലേക്ക് വരുന്ന അത്രയും നല്ലൊരു കുടുംബമാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം. ഞാൻ ഇപ്പോഴും അഹാനയുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാറിനെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരാളാണ്. ദിയാകൃഷ്ണയും എനിക്ക് നല്ല രീതിയിൽ, അതായത് അവരുടെ കുടുംബവും അശ്വിനെയും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അത്രയും റെസ്പെക്റ്റാണ് നിങ്ങളെ കുടുംബത്തിന് ഞങ്ങൾ ഓരോരുത്തരും തന്നത് അഹാന. എന്നാൽ നീ ഒറ്റ ഒരുത്തി കാരണം ആ ഒരു റെസ്പെക്റ്റ് ഇല്ലാതാവുന്നു. അതായത് ഈ അമ്മൂമ്മ എന്ത് തെറ്റ് വേണമെങ്കിൽ ചെയ്യോട്ടെ, കാരണം അവർ പ്രായമായവരാണ്. അപ്പോൾ നീ അടിക്കാൻ പോകുന്നത് തെറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ അമ്മൂമ്മ എന്ത് കുറ്റം നിനക്കെതിരെ ചെയ്താലും ഈ അമ്മൂമ്മയെ തല്ലാൻ പോകുന്നത് തെറ്റ് തന്നെയാണ് അഹാന. നീ അത്ര വലിയ കോടീശ്വരിയാണെങ്കിലും പുല്ലാണ്. ഓക്കെ, ഇതിന്റെ പേരിൽ എനിക്ക് തൂക്കുകയറ് കിട്ടിയാലും ഒരു പ്രശ്നവുമില്ല, പറയുക തന്നെ ചെയ്യും. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ചു പറഞ്ഞത് അമ്മൂമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്, കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനിയും ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടെയും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. എടി ഒരു കാര്യം പറയാം അഹാന, നിന്റെ അച്ഛന് കൃഷ്ണകുമാർ നല്ലൊരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാം അഹാന, പണം തരുന്നതും ദൈവമാണ്, നമ്മുടെ കയ്യിൽ നിന്ന് അതില്ലാതാക്കുന്നതും ദൈവമാണ് അഹാന. എന്താടി പണത്തിന്റെ അഹങ്കാരല്ലേ നിനക്ക്? 75 വയസ്സായ ഈ അമ്മൂമ്മയോട് പറയുകയാണ്, നിന്നെ ഞാൻ കല്യാണത്തിന് വിളിക്കണമെങ്കിൽ നീ കാളിൽ വീണ് കരയണോ? എന്തിന്? അങ്ങനെയുള്ളവരുടെ കല്യാണത്തിന് പോയില്ലെങ്കിലാണ്. ഈ അമ്മൂമ്മ പോയാൽ എന്ത് അവിടെ കഴിക്കും? ഒരിത്തിരി എന്തെങ്കിലും കഴിച്ച്. എന്തൊരു വാക്കല്ലേ, ഇഷ്ടം പോലെ പൈസയുണ്ട് അതുകൊണ്ടാണോ? അഹാന, ഞാൻ ശപിക്കുന്നതല്ല അഹാന, ഒരു കാര്യം പറയാം. രേണു തുതിക്ക് വന്ന ഒരു രോഗം ആർക്കും വരരുതേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അഹാനയോട് ഒരു കാര്യം പറയുകയാണ്, ദൈവമെന്ന മഹാശക്തി ഉണ്ട് നഹാന, ഒന്ന് ഓർക്കണം. എക്സാമ്പിൾ രേണു സുതിയാണ്. അവര് രോഗം കൊണ്ട് മല്ലടിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അതൊന്ന് ശരിയാക്കി കൊടുക്കണേ ദൈവമേ എന്ന് ഞാൻ പറയുകയാണ്. അഹാന, ഇങ്ങനെയുള്ള വർത്താനം നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അമ്മൂമ്മ എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു, എന്തോന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ എന്തോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഈ പിന്നെ സഞ്ചാന്യത്തിൻ്റെ അന്ന് ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട്, ഇത് എനിക്കിഷ്ടപ്പെട്ട ചുടിദാർ, ഈ ചുടിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുടിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുടിദാർ അവളങ്ങെടുത്ത്. അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുടിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുടിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തുകൊണ്ട് പോയി അവളിടാണ്. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തുകൊണ്ട് പോയി. അത് എനിക്കിഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ കണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച്
ആ തേക്കാൻ കൊടുത്തേച്ച ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കണം, തുണിയില്ല. എന്നിട്ട് ആ ഹോം നേഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുടിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അത് എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ച് കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കണത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവരെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞ്. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണിയെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. എനിക്ക് ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് തുണിയില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം. എന്തായാലും നമ്മൾ ഈ കേൾക്കുന്നത് കാണുന്നത് പൊന്നു മനുഷ്യന്മാരെ, ഒരു കാര്യം കൂടി പറയാം. എൻ്റെ മൊബൈലിൽ ചാർജ് ഒന്നുമില്ല, ഏകദേശം 8% ചാർജ് ഉണ്ട്. ഇടയ്ക്ക് ഫോൺ ഓഫായി കഴിഞ്ഞാൽ പാർട്ട് 2 ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. ഓക്കെ, അതായത് എന്തൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് കേൾക്കുന്നത്? എൻ്റെ പൊന്നു കൃഷ്ണേട്ട, ഇത് നിങ്ങളെ മകൾ തന്നെയാണോ? എന്താണ് ഞങ്ങൾ ഈ കാണുന്നത് കേൾക്കുന്നത്? എൻ്റെ കൃഷ്ണേട്ട, നിങ്ങളൊക്കെ ഞങ്ങൾ എന്ത് മാത്രം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇത്ര നല്ല മനുഷ്യനായിട്ട് ഇവൾ എന്തേ ഇങ്ങനെ ആയത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്നും പറഞ്ഞു പോയി. എനിക്കൊരു 5 ചുടിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയനാ. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവേയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയും ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നേഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ? എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മൂമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പം ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടയക്കണ പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. കരയാതെ അമ്മൂമ്മ, എനിക്ക് കരഞ്ഞാൽ അവര് പറയും അവിടെയാണെന്ന്. അമ്മൂമ്മ കരയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വെക്കുന്നു. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനങ്ങാന്ന് എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ അമ്മൂമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഇരിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, ആ സിന്ധുവിൻ്റെയും സിമീനുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് എന്താ അല്ലേ പൊന്നു മനുഷ്യന്മാരെ നമ്മൾ ഈ കാണുന്നത് കേൾക്കുന്നത്? അഹാന ഇത്രയും തറയായിരുന്നു എൻ്റെ പൊന്നാവേ. അഹാന, ഞങ്ങൾ ഈ കേൾക്കുന്നത് എന്താണ്? അതായത് ചെലവിന് കൊടുക്കുന്നില്ല എന്നല്ലേ ഇവിടെ അമ്മൂമ്മ പറയുന്നത്. എടി, നിങ്ങളൊക്കെ ചാവുമ്പോൾ കെട്ട് കൊണ്ടുപോകുന്നുണ്ടോ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇഷ്ടം പോലെ പൈസ ഇല്ലേ നിങ്ങളെ കയ്യിൽ? അതായത് ആ പാവത്തിന് നിങ്ങളെ കയ്യിൽ കോടാനുകൂടെ ഇല്ല. പിന്നെ നാളെ ചിലപ്പോൾ കണക്ക് കേസ് വരും, അവരുടെ കയ്യിൽ കോടിക്കണക്കിനുണ്ട്. ഞാനൊരു പക്ഷെ തെളിയിക്കേണ്ടി വരും, അതങ്ങനെ ഞാൻ പറയുന്നില്ല. നിങ്ങളെ കയ്യിൽ നല്ല പൈസ ഉണ്ടല്ലോ ഹാന. ആ അമ്മൂമ്മക്ക് ഒരു മാസം ഒരു 5000 റുപ്യ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നേ. എന്തായാലും ഇതൊക്കെ നമ്മൾ ഉത്തരവാദിത്തമാണ്. എൻ്റെ അമ്മൂമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മക്ക് എൻ്റെ അച്ഛനൊക്കെ പൈസ അയച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനും എൻ്റെ പൊന്നു കൃഷ്ണകുമാരേട്ടാ, ഇത് നിങ്ങളെ മകളാണെന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ടെൻഷൻ അടിക്കുന്നത്. പൊന്നു മനുഷ്യന്മാരെ, ഇനി ഇതെന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് നമുക്കറിയണ്ടേ? അതായത് സ്വത്തിന് വേണ്ടിയിട്ടെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ലേ, അല്ലെങ്കിൽ നാളെ കേസാവും, ഞാൻ തെളിയിക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് സ്വത്തിന് വേണ്ടി എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതിൻ്റെ കാരണം ഞാൻ പറയുന്നത്,
ഇവരുടെ അപ്പൂപ്പൻ മരിക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ച സമയത്ത് കൊളോബ് ചെയ്തിട്ടാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണമായ തൻവിയും ഈ പറയുന്ന അഹാനയൊക്കെ കൊളോബ് ചെയ്തിട്ടാണ് ആ ഒരു മരണ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഒരു കൊളോബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ പറയുന്നത്, അവരൊക്കെ ഒരുമിച്ചിട്ടാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, കൊളോബിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ മുമ്പ് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ഈ തൻവിയും അഹാനയൊക്കെ ഒരുമിച്ചിട്ട് ഈ അപ്പൂപ്പൻ മരിച്ചപ്പോൾ കൊളോബ് ചെയ്യോ? ഇല്ല. പോട്ടെ, നമുക്ക് ഈ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം ഈ പറയുന്ന തൻവി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. എന്താണ് മക്കളെ വിഷമിച്ചിരിക്കുന്നത്? ഡെലിവറിയുടെ എൻജോയ്മെന്റ് കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകാൻ വേണ്ടി ഡിസ്ചാർജ് പേപ്പർ സൈൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് പോയി 2 കിലോ അരി ഇടിക്കാൻ പറ്റുള്ളൂ. അടിപൊളി. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. അതായത് ഈ അപ്പൂപ്പൻ മരിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിൻ്റെ താഴെ ദിയ കൃഷ്ണ കമൻ്റ് ഇട്ടതാണ്, ചിരിക്കുന്ന കമൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പൊന്നുമനുഷ്യന്മാരെ, ഈ പ്രശ്നം ഇപ്പോൾ അടുത്തിട്ട് ഈ ഒരാഴ്ച കൊണ്ടുണ്ടായതാണ്. അതായത് ഈ അമ്മൂമ്മയൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ അതിനൊരു ഭീമമായ കാരണമുണ്ട്. എന്താണ് ആ കാരണം? ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് സ്വത്തായിരിക്കും. എല്ലാ കുടുംബത്തിലും പ്രശ്നം വരുന്നത് സ്വത്ത്. അത് കുടുംബ ഗുരുനാഥൻ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നം. അത് 10 സെന്റ് സ്ഥലമാണെങ്കിലും 10 ഏക്കർ സ്ഥലമാണെങ്കിലും പ്രശ്നം സ്ഥലത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട്. ഇവരൊക്കെ ചാവുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. പൊന്നു മനുഷ്യന്മാരെ, ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഇടലേ ഇല്ല. ഞാൻ അധികം സംസാരിക്കുന്നത് പൊളിറ്റിക്സ് വിഷയമാണ്. ഈ വീഡിയോ എത്ര പേർ കാണുന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പൊളിറ്റിക്സ് വീഡിയോ ഇട്ടാൽ കുറേ പേര് കാണുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോണ്ടന്റ് ചെയ്യുന്നത്. കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചത് കൊണ്ടാണ്, ഈ ഒരു കോണ്ടന്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്. നോക്കി, ഇനിയും ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ വെക്കാനുള്ളതാണ്. അതായത് ഈ പറയുന്ന ഈ തൻവി മറ്റേ യൂട്യൂബിൽ വൈറലായത് ഞങ്ങൾ കാരണമെന്നാണ് അഹാന പറയുന്നത്. അതായത് അഹാനക്കൊപ്പം ഫോട്ടോ എടുത്തത് കൊണ്ടും അഹാനക്കൊപ്പം ഡാൻസ് കളിച്ചത് കൊണ്ടുമാണ് ഈ തൻവി വൈറലായതെന്നാണ് ഈ പറഞ്ഞ അഹാന പറയുന്നത്. അതിന് തൻവി പറഞ്ഞ് പൊളിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ അത് വെക്കുന്നില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെയുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തിന് വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പൊന്നു മനുഷ്യന്മാർ, ഒന്നാമത് ഫോണിൽ ചാർജ് ഇല്ല. ഇല്ലെങ്കിൽ ഇനിയും 15 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യണമെങ്കിൽ. ഒരുപക്ഷെ ഈ വീഡിയോ ആരും കാണത്തുണ്ടാവില്ല. ഞാൻ ഇതുപോലത്തെ പൊളിറ്റിക്സ്, ഇതുപോലത്തെ കണ്ടന്റ് ഞാൻ ചെയ്യലേ ഇല്ല. ആരുടെ കുടുംബ പ്രശ്നം ഞാൻ ഇടപെടലേ ഇല്ല. ഇത് അമ്മൂമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ വിഷയമേ അല്ല, എൻ്റെ ചാനലിൽ ഇതുപോലത്തെ വിഷയമേ അപ്ലോഡ് ചെയ്യുന്നില്ല. ഈ പേര് ഇത് 100 പേര് കാണുമോ 1000 പേര് കാണുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ കുറേ കമൻറ്റ് ഇനിയും അപ്ലോഡ് ചെയ്യുമെന്ന് കമൻറ്റ് വന്നാൽ മാത്രം അടുത്ത പാർട്ട് 2 ആയിട്ട് ഇവരുടെ വിഷയം ഞാൻ ഫോളോ ചെയ്യും. ഇല്ലെങ്കിൽ ഈ വീഡിയോ കൊണ്ട് ഇവരുടെ വിഷയം ഞാൻ അവസാനിപ്പിക്കും. എന്നേക്കുമായിട്ട് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ വേണം, ജീവിക്കണ്ടേ? ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ് പൊന്നു മനുഷ്യന്മാരെ. ഓക്കെ, ബൈ.